എല്ലാവർക്കും നമസ്കാരം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഒരു ജാതി സെൻസസ് നടക്കാൻ പോകുന്നു എന്ന വളരെ സുപ്രധാനമായൊരു വാർത്ത ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഈ കാര്യം ഔദ്യോഗികമായി പ്രസ്താവിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ രാഷ്ട്രീയകാര്യ മന്ത്രിസഭാ സമിതിയാണ് ഈ പുതിയ തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ തീരുമാനത്തെ രാഹുൽ ഗാന്ധി അടക്കമുള്ള എല്ലാ പ്രമുഖ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളെ മന്ത്രി അശ്വിനി വൈഷ്ണവ് വളരെ വിമർശിക്കുകയും ചെയ്തു. ജാതി സെൻസസിനെ പറ്റി ഇത്രയും കാലം വെറുതെ സംസാരിച്ചു എന്നല്ലാതെ അവർക്കൊന്നും അക്കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. 1931 ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് അവസാനമായി ഒരു ജാതി സെൻസസ് നടന്നത്. അതിനുശേഷം ഇന്നേ വരെ ഒരു ജാതി തിരിച്ചുള്ള ജനസംഖ്യാ കണക്കെടുപ്പും ഇന്ത്യയിൽ നടന്നിട്ടില്ല. ഓരോ 10 വർഷം കൂടുമ്പോഴും ഇന്ത്യയിൽ പൊതു സെൻസസ് നടന്നു വരുന്നുണ്ട്. 2011 അവസാനത്തെ പൊതു സെൻസസ് നടന്നത്. 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് കോവിഡ് കാരണം നടന്നതുമില്ല. അതുകൊണ്ട് 2025 ഈ പൊതു സെൻസസ് നടത്താൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യമായ തീയതി പക്ഷേ ഇതുവരെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും ഈ പൊതു സെൻസസിന്റെ കൂടെ തന്നെയായിരിക്കും ജാതി സെൻസസ് നടക്കുക എന്നാണ് അധികാരികൾ അറിയിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ 340 അനുച്ഛേദം രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയോഗിക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിന് അധികാരം നൽകുന്നു. ഇതനുസരിച്ചാണ് 1953 ജനുവരി 29 ആദ്യ പിന്നോക്ക വിഭാഗ കമ്മീഷൻ രാഷ്ട്രപതിയുടെ ഉത്തരവ് അനുസരിച്ച് നിയോഗിക്കപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ ഒരു പ്രമുഖ ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര പ്രവർത്തകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന കാക്ക കലേൽക്കർ ആയിരുന്നു ഈ കമ്മീഷന്റെ ചെയർമാൻ. അതുകൊണ്ട് ഇതിനെ കാക്ക കലേൽക്കർ കമ്മീഷൻ എന്നാണ് വിളിക്കുന്നത്. 1955 മാർച്ച് 30 കലേൽക്കർ കമ്മീഷൻ തങ്ങളുടെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുമ്പിൽ അവതരിപ്പിച്ചത്. 2399 പിന്നോക്ക ജാതികളുടെ അല്ലെങ്കിൽ സമുദായങ്ങളുടെ ഒരു നീണ്ട പട്ടികയാണ് കലേൽക്കർ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതിൽ 837 വിഭാഗങ്ങളെ ഏറ്റവും പിന്നോക്കമായി വർഗീകരിച്ചു. കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശകൾ ഇവയായിരുന്നു: 1961 വരാൻ പോകുന്ന പൊതു സെൻസസിൽ ജാതി തിരിച്ചുള്ള ഒരു സെൻസസ് കൂടി നടത്തുക. എല്ലാ സ്ത്രീകളെയും പിന്നോക്ക വിഭാഗമായി കണക്കാക്കുക. എല്ലാ ടെക്നിക്കൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലും പിന്നോക്ക വിഭാഗങ്ങളിലെ യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് 70% സീറ്റ് സംവരണം ചെയ്യുക. ഇതെല്ലാമായിരുന്നു റിപ്പോർട്ടിലെ പ്രധാന ശുപാർശകൾ. അതോടൊപ്പം അന്ന് നിലവിലുണ്ടായിരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പട്ടിക പരിശോധിച്ച് ചില കൂട്ടിച്ചേർക്കലുകളും തിരുത്തലുകളും കമ്മീഷൻ ശുപാർശ ചെയ്യുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് എങ്ങനെ സംവരണം നൽകണം എന്ന ഒരു ചിത്രമായിരുന്നു കലേൽക്കർ കമ്മീഷൻ റിപ്പോർട്ട് മുന്നോട്ട് വെച്ചത്. പിന്നോക്ക ജാതികളുടെ സാമൂഹ്യ അവസ്ഥയെ വികസിപ്പിക്കൽ തന്നെയായിരുന്നു ഈ നിർദ്ദേശങ്ങളുടെ എല്ലാം ലക്ഷ്യം. പക്ഷേ കേന്ദ്ര സർക്കാർ ഈ റിപ്പോർട്ടിനെ അന്ന് വേണ്ട വിധം പരിഗണിച്ചില്ല. രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളെ തിരിച്ചറിയാൻ വസ്തുനിഷ്ഠമായ ഒരു പരിശോധനയും ഈ കമ്മീഷൻ പ്രയോഗിച്ചില്ല എന്നതായിരുന്നു സർക്കാരിൻ്റെ വിമർശനം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുറമെ OBCക്കും സംവരണം വേണമെന്ന ആവശ്യമാണ് കലേൽക്കർ കമ്മീഷൻ മുന്നോട്ട് വച്ചിരുന്നത്. പിന്നീട് 1980 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടെങ്കിലും അതൊന്നും ജാതി സെൻസസ് യാഥാർത്ഥ്യമാക്കാൻ ഉപകരിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ കോൺഗ്രസിനോ വാജ്പേയി സർക്കാരിനോ ജാതി സെൻസസ് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ 2011 സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് അഥവാ SECC 2011 എന്ന പേരിൽ ഒരു പരിപാടി നടന്നിരുന്നു. അന്നത്തെ മൻമോഹൻ സിംഗ് സർക്കാരാണ് SECC നിർവഹിച്ചിരുന്നത്. എന്നാൽ ഒരു ജാതി സെൻസസ് ആയിരുന്നില്ല, അത് ഒരു ജാതി സർവേ ആയിരുന്നു. അതിനാൽ സ്വതന്ത്ര ഇന്ത്യയിൽ ജാതി അടിസ്ഥാനമാക്കിയുള്ള ആദ്യ വിവര ശേഖരണം മാത്രമായിരുന്നു 2011 SECC എന്നത്.
മാത്രമല്ല അന്നത്തെ കോൺഗ്രസ് സർക്കാർ SECC 2011 ഡാറ്റ ഔദ്യോഗികമായി പുറത്തുവിടുകയും ചെയ്തിരുന്നില്ല. ചില വെരിഫിക്കേഷൻ വെല്ലുവിളികൾ ഉണ്ട് എന്ന കാരണമായിരുന്നു അതിന് പറഞ്ഞിരുന്നത്. അതേസമയം 2014 മുതൽ കേന്ദ്രത്തിലുള്ള BJP സർക്കാരും ഇതുവരെയും ജാതി സെൻസസിന് അനുകൂലമായി ഒരു മുൻകൈയും എടുത്തിരുന്നില്ല. മാത്രമല്ല ജാതി സെൻസസിന് എതിരായി കേന്ദ്ര സർക്കാർ നീങ്ങുകയും ചെയ്തിരുന്നു. ബീഹാറിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് ജാതി സെൻസസിന് വേണ്ടി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാർ അത് തള്ളുകയായിരുന്നു. അതുകൊണ്ട് തന്നെ 2023 ബീഹാറിൽ സംസ്ഥാന സർക്കാർ തന്നെ ഒരു ജാതി സെൻസസ് നടത്തുകയും റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്തു. ബീഹാറിന് പുറമെ തെലങ്കാനയും കർണാടകയും അതാത് സംസ്ഥാനങ്ങളിൽ ജാതി സർവേ നടത്തിയിരുന്നു. ഇനി അവസാനമായി ഈ ജാതി സെൻസസ് നടക്കുമ്പോൾ ഈ ജാതി സെൻസസ് എന്നത് ഒരു സ്വാഗതാർഹമായ കാര്യമാണോ? അതിനെ പിന്തുണക്കുന്നവർ പറയുന്നത് ജാതി സെൻസസ് നടത്തിയാൽ വിവിധ ജാതികളുടെ ജനസംഖ്യ വലുപ്പം നിർണ്ണയിക്കാൻ സാധിക്കുമെന്നും ഈ സംഖ്യകൾ ഉപയോഗിച്ച് സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ മേഖലയിലും മറ്റും ഓരോ ജാതിക്കും ആനുപാതികമായ വിഹിതം നൽകാൻ സാധിക്കും എന്നാണ് ഈ ജാതി സെൻസസിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എത്രമാത്രം പ്രായോഗികമായി നടപ്പിലാക്കാൻ സാധിക്കും എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്.